നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചിത്രയാണ് നമുക്ക് വേണ്ടി നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെറ്റിപ്പട്ടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചിത്ര നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നെറ്റിപ്പട്ടം നിർമ്മിച്ചെടുത്തതെന്ന് നമുക്ക് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിപ്പട്ടം. നമ്മളിപ്പോൾ ഇവിടെ 3 അടിയുടെ നെറ്റിപ്പട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 3 അടിയുടെ സെറ്റ് വാങ്ങിച്ചിട്ട് അതിനകത്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നെറ്റിപ്പട്ടം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നോർമൽ ടൈപ്പ് നെറ്റിപ്പട്ടാണ്. ഇത് തന്നെ ഒരു സ്പെഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് വരും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിവിടെ അഷ്ടവസ്തുക്കളും നവഗ്രഹങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ഈ ബോൾസിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. വലിയ ബോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് താഴേക്ക് വരും. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് ചുറ്റും ഈ ചൂരൽപ്പുളി, ഈ 2 സൈഡിലുള്ള വലിയ ബബിൾസിൻ്റെ ചുറ്റും ചൂരൽപ്പുളിയും ഉണ്ടാവും. അവർക്ക് വരുന്ന നെറ്റിപ്പട്ടത്തിനകത്ത് ബീഡ്സിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. സെറ്റായിട്ട് വാങ്ങിച്ച് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ബബിൾസ് എല്ലാം ഇങ്ങനത്തെ സ്മോൾ ടൈപ്പ് ബബിൾസ് എല്ലാം ഒരേ അളവിലുള്ള ബബിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഷോപ്പിൽ ചെന്ന് നേരിട്ട് ബബിൾസിൻ്റെ വലിപ്പവും നോക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചുരൽപ്പുളി, അതുപോലെ തന്നെ ഇതിലും ചെറിയ ഫില്ലിംഗ് ബോൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യാൻ അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഷോപ്പിൽ പോയി സെപ്പറേറ്റ് ഐറ്റംസ് കളക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു 3 അടിയുടെ നെറ്റിപ്പട്ടം ഫിനിഷ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 3 അടിയുടെ നെറ്റിപ്പട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്ത്, വേണ്ടത് ഗോൾഡൻ ക്ലോത്ത്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 മീറ്ററാണ്. ഗോൾഡൻ തുണിയിലാണ് നമ്മൾ ബോൾസ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിനകത്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തറിയിക്കില്ല. അപ്പോൾ നല്ല രീതിയിലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ കളർ തുണിയിനകത്താണ് നെറ്റിപ്പട്ടത്തിൻ്റെ ബോൾസ് എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇതൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പശ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പശയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. സിസറ്, ക്യാൻവാസ് ഷീറ്റ്, ഒരു മെഷർമെൻറ്റ് ടേപ്പ്, അതുപോലെ തന്നെ നമുക്ക് വൂളൻ ത്രെഡ് പല കളറിൽ നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടമുള്ളതനുസരിച്ച്. ഷീറ്റായിട്ട് തന്നെയായിരിക്കും വരിക. ഇതിൽ നിന്നും ഇതുപോലെ ഓരോ ബബിൾസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇത് വെട്ടിക്കഴിയാറായി. ഇത് മുത്ത് കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണ്ടാവും. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ആ റൗണ്ട് ഷേപ്പ് ഫിനിഷിങ്ങിൽ വരുള്ളൂ. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഫില്ലിങ്സിനായിട്ടുള്ള കുമിളകൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഷീറ്റിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ബോൾസ്, അതുപോലെ തന്നെ ചീന്തുപുലി, ഹാഫ് കട്ട് ബോൾസ്. ഇത് നമ്മൾ കുഞ്ചലത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലാണ് കുഞ്ചലം ഹാങ് ചെയ്തിടുന്നത്. ചന്ദ്രക്കല, ത്രിമൂർത്തികൾ, ബോൾസ്. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേൺ അങ്ങനെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി അത് ഇങ്ങനെ 2 ആയിട്ട് മടക്കിയെടുക്കുക. 3 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് 92 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ ബോൾസ് എല്ലാം ഒട്ടിക്കുന്ന ആ ഭാഗം വരുന്ന ആ ഉള്ളിലെ അളവെന്ന് പറയുന്നത് 92 സെൻറ്റിമീറ്ററാണ് വരാം 3 അടിയുടെ നെറ്റിപ്പട്ടത്തിന്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഇന്നർ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് അതിനായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം വേറൊരു ഷീറ്റോടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നത്. 92 സെൻറ്റിമീറ്റർ ടേപ്പിൽ മാർക്ക് ചെയ്തിടാം. ഇപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ചെറിയൊരു കർവ് രീതിയിൽ വരുന്ന നെറ്റിപ്പട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് വരുന്ന കർവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആയിരിക്കും അവിടെ കർവിൻ്റെ ലെങ്ത്തായിട്ട് വരും. അപ്പോൾ നമ്മളിതിപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് 25 സെൻറ്റിമീറ്റർ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ 3 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേൺ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കയറി വരുന്ന രീതിയിലായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പറിൽ റഫായിട്ട് പാറ്റേൺ ആയിട്ട് ചെയ്യുന്നത്. നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് ഗോൾഡൻ കളർ തുണി 1 മീറ്റർ ഉണ്ട്. റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്ത് 1.40 ഉണ്ട്. 1 മീറ്ററും 40 സെൻറ്റിമീറ്ററും കൂടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 അടിയുടെ സെറ്റായിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. ക്യാൻവാസ് ഷീറ്റ് സെപ്പറേറ്റ് 1 മീറ്റർ വേറെ വാങ്ങിച്ചതാണ്. അപ്പോൾ 3 അടിയുടെ നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ ബോൾസ് ഫില്ല് ചെയ്ത് എടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 92 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ബാക്കി അതിൻ്റെ കുഞ്ചലും ഹാങ്ങിങ്ങോട് കൂടിയിട്ട് വരുമ്പോഴാണ് അതൊരു 3 അടിയുടെ നെറ്റിപ്പട്ടായിട്ട് മാറുന്നത്. ക്യാൻവാസ് ഷീറ്റിൻ്റെ മേളിലായിട്ട് ഗോൾഡൻ കളർ ക്ലോത്തും ക്യാൻവാസ് ഷീറ്റിൻ്റെ അടിയിലായിട്ട് റെഡ് കളർ ക്ലോത്തും വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം.
ഗോൾഡൻ തുണി താഴെ വിരിച്ചിട്ടതിന് ശേഷം ക്യാൻവാസ് ഷീറ്റിൽ അടിയിൽ വരുന്ന രീതിയിൽ ക്യാൻവാസ് ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ തുണി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ നമ്മൾ ന്യൂസ് പേപ്പർ വരച്ച് വെച്ചിരിക്കുന്നത് ഗോൾഡൻ കളർ തുണിയിലേക്ക് വെച്ചിട്ട് ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഗോൾഡൻ കളർ തുണിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ച ഈ അളവിൽ നിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ യെല്ലോ കളർ ക്ലോത്തിൽ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേൺ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റെഡ് കളറിലുള്ള പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. റെഡ് കളർ ക്ലോത്ത് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേണിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് റെഡ് കളർ ക്ലോത്ത് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിപ്പട്ടം ഹാങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബോൾസ് വെച്ച് ഫില്ല് ചെയ്യുന്നതിനെ നോക്കാം. നടുഭാഗത്തായിട്ട് മൂലഗണപതിയെ സങ്കല്പമാക്കിയാണ് നമ്മൾ നെറ്റിപ്പട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുമിളയുടെ ബാക്ക് സൈഡിലായിട്ട് ഗം തേച്ച് ഒട്ടിച്ചതിന് ശേഷം ഏറ്റവും താഴത്തുനിന്ന് കുറച്ച് കയറ്റിയിട്ട് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒട്ടിക്കേണ്ടത് ത്രിമൂർത്തികളെയാണ്. അത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ത്രിമൂർത്തികളെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സെൻറ്റർ പാർട്ട് എന്തായാലും മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിടണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടത് നടുഭാഗത്തായിട്ട് കറക്റ്റ് ലെവലിൽ നമുക്കത് സെറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ത്രിമൂർത്തികളെ ഒട്ടിച്ചെടുക്കാം. ഇതാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ഇത് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ പാർട്ടിൽ, അതായത് നമ്മളിവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ആ കർവിൻ്റെ ജസ്റ്റ് ഒന്ന് താഴെ വരത്തക്ക രീതിയിൽ, കർവിൻ്റെ സെൻറ്ററിലല്ല അതിലും കുറച്ച് ഒന്ന് താഴെ വരത്തക്ക രീതിയിലാണ് നമ്മളതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഗം തേച്ച് കൊടുത്തിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേണിൽ ഒട്ടിച്ചെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി ഒട്ടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ടാണ് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്തിരുന്നത്. ത്രിമൂർത്തികളുടെ മുകൾ ഭാഗത്തായിട്ടാണ് ലക്ഷ്മിയെയും സരസ്വതിയെയും സെറ്റ് ചെയ്യുന്നത്. ത്രിമൂർത്തികളുടെ തൊട്ട് മുകൾ ഭാഗത്ത് നടുക്കായിട്ട് പാർവതിയെ സങ്കല്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെൻറ്ററിൽ ത്രിമൂർത്തികൾ, ത്രിമൂർത്തികൾക്ക് മുകളിലായിട്ട് ലക്ഷ്മി, സരസ്വതി, പാർവതി. ഇതെല്ലാം നമുക്ക് ഗം വെച്ച് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും മൂലഗണപതി, ത്രിമൂർത്തികൾ, ലക്ഷ്മി, സരസ്വതി, പാർവതി, ഇത് എല്ലാത്തിനും ചുറ്റും നമുക്ക് ചീന്തുപുള്ളി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതാണ് ചീന്തുപുള്ളി. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ നേർത്ത ഭാഗം ഉൾഭാഗത്തേക്കും വീതി കൂടിയത് പുറത്തേക്കും വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതിന് ചുറ്റും ചീന്തുപുള്ളി വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചന്ദ്രക്കലയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ 7 ചന്ദ്രക്കലയാണ് വരുന്നത്. അതിപ്പോൾ ഓരോ നെറ്റിപ്പട്ടത്തിൻ്റെ അളവനുസരിച്ചിരിക്കും. ഒറ്റ സംഖ്യയിലായിരിക്കും ചന്ദ്രക്കലകളെല്ലാം വരുന്നത്. 7, 5 അങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും വരിക. നമുക്കിപ്പോൾ ഇവിടെ 3 നെറ്റിപ്പട്ടത്തിൽ 7 ചന്ദ്രക്കലയാണ് വരുന്നത്. അത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ത്രിമൂർത്തികളുടെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഹാഫ് ബോൾ വെച്ച് ആ ഒരു ഗ്യാപ്പിനാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് പോകുന്നത്. ചന്ദ്രക്കലയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലെവൽ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ വലിയ ഹാഫ് ബോൾസ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് വെച്ചത്. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത് ഈ ചന്ദ്രക്കലകൾ മാത്രമായിരിക്കും. ഈ ഹാഫ് ബോൾസ് ഇവിടുന്ന് മാറ്റും. നമുക്കിത് ഒട്ടിച്ചെടുക്കാം.
7 ചന്ദ്രക്കല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നവഗ്രഹങ്ങൾ, ഈ ഭാഗത്ത് അഷ്ടവസുക്കൾ, മുകൾ ഭാഗത്തായിട്ട് സപ്തർഷികൾ എന്ന സങ്കല്പത്തിൽ ബാക്കി വരുന്ന ഈ കുമിളുകൾ ഈ 2 സൈഡിലായിട്ടും മുകൾ ഭാഗത്തായിട്ടും ഒട്ടിച്ചെടുക്കണം. നവഗ്രഹങ്ങളും സപ്തർഷികളും ഒട്ടിച്ചെടുക്കുന്നതിനായിട്ട് നമുക്കൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മളുടെ ഈ ഗോൾഡൻ കളർ തുണിയിൽ ഈ നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ നെറ്റിപ്പട്ടത്തിൻ്റെ, അതിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നവഗ്രഹങ്ങൾ, അഷ്ടവസുക്കൾ ഇത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് ബോൾസ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അടിഭാഗം പരന്നിരിക്കുന്ന ടൈപ്പുള്ള ഏറ്റവും ചെറിയ ബോൾസ്, ഫില്ലിംഗ് ബോൾസ് എന്ന് പറയുന്നതിനെ ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഈ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമുക്ക് നമ്മുടെ തുണിയിൽ കുറച്ച് പശ തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുത്തൊട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുത്തൊട്ടിച്ച് തീർക്കാൻ സാധിക്കും. ഇവിടെ സൈഡിൽ ഹാഫ് ബോൾസ് ഒട്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ചന്ദ്രക്കലയുടെ സെൻറ്ററിലായിട്ട് ഈ ഹാഫ് ബോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോൾസ് വെച്ചിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. നമുക്കപ്പോൾ ഈ മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിനും ഒരു ചുറ്റ് അല്ലെങ്കിൽ 2 ചുറ്റ് ചുറ്റിയിട്ട് ബാക്കി ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ ബീഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ നൂലും ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കളറിലെ ത്രെഡ് 10 ചുറ്റ് വീതമാണ് ചുറ്റിയെടുക്കുന്നത്. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന നൂലിലോട്ടെടുത്ത് കെട്ടണത്. നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടണം. നമ്മളിനിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കുഞ്ചലാണ് കെട്ടാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ നെറ്റിപ്പട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കളേഴ്സും വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുഞ്ചലത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ലെങ്ത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ കളറ് ചുറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരു കളർ ഞാൻ ഇത്രയും തിക്നെസ്സിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാം. നമുക്കിപ്പോൾ ഇത്രയും തിക്നെസ്സിനകത്താണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കിൽ കൂടെ ഞാനിപ്പോൾ നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ചലം ഹാങ് ചെയ്തിടുന്നത് സെൻറ്ററിലായതുകൊണ്ട് ആ സെൻറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ തന്നെ കുഞ്ചലത്തിൻ്റെ നടുക്ക് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ നൂലിൻ്റെ കെട്ട് വരുന്നത് അതിനകത്ത് അറിയില്ല. അപ്പോൾ ഓരോ കളറും നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാ കളറും നമ്മളിങ്ങനെ സെൻറ്റർ ഭാഗം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാവരും കൂടെ നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് ഇവിടെ ഒരു ത്രെഡ് ചുറ്റിയിട്ട് അത് ഈ കുഞ്ചലത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ്. ഇതിൻ്റെയും സെൻറ്റർ ഭാഗം നോക്കി കട്ട് ചെയ്യാം. കുഞ്ചലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ നമ്മൾ നൂല് കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട്
നമ്മൾ കെട്ടി വെക്കണം. സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്തിട്ടായിരുന്നു ത്രെഡ് കെട്ടിയിരുന്നത്. അതിൻ്റെ നടുഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ കുഞ്ചലം കെട്ടി വെക്കാനായിട്ട്. ഇത് കെട്ടുക. ബാലൻസ് വന്നിരിക്കുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. റെഡ് കളർ ക്ലോത്ത് എക്സ്ട്രാ വന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ച് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇത് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ത്രെഡ് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഔട്ട്ലൈൻ്റെ ചുറ്റും ഒട്ടിച്ച് കവർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിത് ആദ്യം തന്നെ ഒട്ടിച്ച് തുടങ്ങേണ്ടത് ഈ മൂലഗണപതിയുടെ തൊട്ട് താഴെ സെൻറ്റർ ഭാഗത്തുനിന്നായിട്ടാണ് നമുക്കിത് ഒട്ടിച്ചു തുടങ്ങേണ്ടത്. ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന ഭാഗം സെൻറ്ററിലായിട്ട് വരണം. അതിനായിട്ട് നമുക്ക് മൂലഗണപതിയുടെ ഇവിടെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി കറക്റ്റ് ചെയ്ത് വെക്കുക. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വെച്ച് വേണം ഒട്ടിച്ചു പോകാനായിട്ട്. സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ത്രെഡ് കിട്ടിയത് തികയാതെ വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ചു തുടങ്ങാം. ശ്രദ്ധിച്ച് നല്ല രീതിയിൽ സൂക്ഷിച്ച് നമ്മൾ ഒട്ടിച്ചു പോവാം. ഇതുപോലെ ഇത് ചുറ്റും അറ്റം വരെ ഒട്ടിച്ചു പോവാം. കാണുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നമ്മളുടെ നൂല് നമ്മൾ കെട്ടി വെച്ചിരുന്നത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിപ്പട്ടം ഹാങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ടൊന്നെങ്കിൽ വുഡിൻ്റെ പീസോ അല്ലെങ്കിൽ കട്ടിയുള്ള മെറ്റലിൻ്റെ പൈപ്പോ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വുഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ ഹാങ് ചെയ്ത ഭാഗത്ത് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ബീഡ്സ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.